ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുപോഡ്. അപ്പോൾ റിൻഷിത മിസ് ആണ് കേട്ടോ. അപ്പോൾ മിസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ടുവാർഡ്സ് ദ എമർജൻസ് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ്, എന്താണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന ചാപ്റ്ററിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മൾ ഈ ചാപ്റ്റർ വെറും 20 മിനിറ്റ് കൊണ്ട് നമ്മളിതിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റൊക്കെ നമ്മൾ പഠിച്ചു പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എക്സാമാണ് വരാൻ പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് സെറ്റാക്കി പഠിക്കും. അതും വെറും 20 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് അല്ലെ, നമുക്ക് അറിയേണ്ട കാര്യമാണ് എന്താണ് ദേശീയത അല്ലെ, വാട്ട് ഈസ് നാഷണലിസം. അപ്പോൾ നോക്കിക്കോ, എ സെൻസ് ഓഫ് യൂണിറ്റി എമർജഡ് അമോങ് ഇന്ത്യൻസ് ബിയോണ്ട് ആൾ ഡിഫറൻസസ് ലൈക്ക് കാസ്റ്റ്, റിലീജിയൻ, ഡ്രസ്, ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ദി സെൻസ് ഓഫ് യൂണിറ്റി ഈസ് കാൾഡ് നാഷണലിസം. അതായത് നാഷണലിസം എന്ന് പറയുന്നത് എന്താ, ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു. ഈ ഒരു ഐക്യബോധത്തെയാണ് നമ്മൾ ദേശീയത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പറയാം, എന്താണ് ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗുമാണ്. ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് ആണ് ദേശീയത വരാൻ കാരണമായതെന്നുള്ളൊരു പോയിന്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടെ. ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമാണ് ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത വരാനുള്ളൊരു മറ്റൊരു റീസണും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കാട്ടെ. ഓക്കെ, അപ്പോൾ അത് സെറ്റാണല്ലോ അല്ലേ. ഞാൻ നോക്കിക്കോ, പിന്നെ പറയുന്നത് നമ്മൾ പറയുന്നത് വെച്ചാൽ വാട്ട് സ്ട്രെങ്തൻഡ് നാഷണലിസം, ദേശീയതയെ ശക്തിപ്പെടുത്തിയത് എന്ത്. അപ്പോൾ നമുക്കറിയാം 5 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 5 സർക്കംസ്റ്റാൻസ് കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ദേശീയത നാഷണലിസം എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ ശക്തിപ്പെട്ടിട്ടുണ്ട്. അതിന് റീസൺസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആ സർക്കംസ്റ്റാൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ നമ്മൾ പറയും സാമ്പത്തിക നയം. അതേപോലെ തന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം. അതുപോലെ ലിറ്ററേച്ചർ ആൻഡ് പ്രസ്, സാഹിത്യവും പത്രങ്ങളും. അതുപോലെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഗതാഗതവും വാർത്താവിനിമയം. സോഷ്യൽ റിഫോം, സാമൂഹിക പരിഷ്കരണങ്ങൾ. സോ ഈ 5 പോയിന്റ് എന്ത് ചെയ്യുക, നിങ്ങൾ മറക്കാതെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി ഇതിലെ ഓരോ ഫാക്ടറും എങ്ങനെയാണ് ഇന്ത്യയിലെ നാഷണലിസം സ്ട്രെങ്തൻ ചെയ്തെന്നുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് പോളിസിയാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഇന്ത്യ ബിക്കേം എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് ഗുഡ്സ്. എന്താ പറയുന്നത്, ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള സ്ഥലമായിട്ടും ഉൽപ്പന്നങ്ങളുടെ ഒരു വിപണിയായിട്ടും എന്ത് ചെയ്തു, മാർക്കറ്റായിട്ടും ഇന്ത്യ മാറി. എന്താ പറയുന്നത്, ബ്രിട്ടീഷ് പോളിസീസ് കോസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി. അപ്പോൾ ഇതൊക്കെ എന്തിനു കാരണമാണ്, നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ അൺഎംപ്ലോയ്മെന്റ്, അവർക്ക് തൊഴിൽ നഷ്ടപ്പെടാനും അതുപോലെ തന്നെ അതുമൂലം പോവർട്ടിയിലെ ദാരിദ്ര്യം വരാനും കാരണമായി അല്ലേ. പിന്നെന്താ പറയുന്നത്, അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ സംഭവിച്ചപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള കുറേ വിഭാഗം ആൾക്കാർ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ആർക്കെതിരെ വരികയാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ വരികയാണ്. സോ അവിടെ സെൻസ് ഓഫ് യൂണിറ്റി വരികയാണ്, എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഒരു സെൻസ് ഓഫ് യൂണിറ്റി, നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ഫീലിംഗ് വരികയാണ്. സോ അവിടെ എമർജ് ചെയ്ത് വരികയാണ്, നമ്മുടെ നാഷണലിസം എമർജ് അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്ത് വരികയാണ് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, ആരൊക്കെയാണ്, ഫാമേഴ്സ്, ആർട്ടിസൻസ്, ട്രേഡേഴ്സ് ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ബിഗെയിൻ റെസിസ്റ്റിംഗ് ബ്രിട്ടീഷ് റൂൾ. അല്ലെ, ആരൊക്കെയാണ്, കർഷകരും കരകൗശല വിദഗ്ധരും അതുപോലെ വ്യാപാരികളും ഗോത്ര വിഭാഗങ്ങളൊക്കെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടി. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ നമ്മുടെ ദാദാഭായ് നവറോജി, ആസി ദത്ത്, മഹാദേവ്, ഗോവിന്ദ റാനഡെ, ഇവർക്ക് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ എക്കണോമിക് പോളിസി, അതായത് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആ ഒരു നമ്മുടെ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ചൂഷണങ്ങളെ കുറിച്ചിട്ടൊക്കെ സ്റ്റഡി നടത്തിയിട്ടുള്ള ആൾക്കാരാണ്, എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് സ്റ്റഡി നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ എന്ന് പറയുന്നത്. സോ അതാണ് എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെ. വെസ്റ്റേൺ എഡ്യൂക്കേഷനിലൂടെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ നാഷണലിസം സ്ട്രെങ്തൻ ചെയ്ത് നോക്കിക്കോട്ടോ. അതായത് ദ ബ്രിട്ടീഷ് സ്പ്രെഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ടു അസർട്ട് സുപ്പീരിയോറിറ്റി ആൻഡ് വിൻ സിമ്പത്തസിസ്. എന്താ പറയുന്നത്, എന്തിനാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ സ്പ്രെഡ് ചെയ്തത്, എന്ത് വേണ്ടിയിട്ടാണ്, ടു അസർട്ട് സുപ്പീരിയോറിറ്റി. എന്താ പറയുന്നത്, ബ്രിട്ടീഷുകാർ തങ്ങളുടെ ശ്രേഷ്ഠത കാണിക്കാനും അതുപോലെ വിൻ സിമ്പത്തീസ്, നമ്മുടെ ഇന്ത്യക്കാർക്കിടയിൽ അവർക്ക് വേണ്ടിയിട്ട് സിമ്പതി ക്രിയേറ്റ് ചെയ്യാനാണ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ലേണഡ് ഡെമോക്രസി, ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് സിവിൽ റൈറ്റ്. പക്ഷെ നമ്മൾ ബ്രിട്ടീഷുകാർ ഈ എഡ്യൂക്കേഷനൊക്കെ കൊടുത്തു, പക്ഷേ അവർ വിചാരിച്ച ലക്ഷ്യമല്ല നടന്നത്. മറിച്ച് ബ്രിട്ടീഷുകാർക്കിടയിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർ ജനാധിപത്യത്തെക്കുറിച്ചിട്ടും അതുപോലെ ഫ്രീഡത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ
തന്നെ എന്താ മക്കളെ നമ്മുടെ തുല്യനീതിയിൽ നമ്മുടെ എന്താണ് ഇക്വാലിറ്റി, അതുപോലെ സിവിൽ റൈറ്റിലെ പൗരബോധം, ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാർ ബോധവാന്മാരായി. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ബിക്കേം എ കോമൺ ലാംഗ്വേജ് യുണൈറ്റിംഗ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് റീജിയൻസ് അല്ലേ. അപ്പോൾ എന്താണ് നാഷണലിസം എമേർജ് ചെയ്തെന്നാണ് പറയുന്നത്. അതായത് ഇംഗ്ലീഷ് പൊതുഭാഷയായിട്ട് മാറുകയും ഇത് ദേശീയതയുടെ ആവിർഭാവത്തിലേക്ക് നയിച്ചു. അതായത് എല്ലാവർക്കും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ആൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഷയായിട്ട് എന്ത് മാറാണ്, ഇംഗ്ലീഷ് മാറാണ്. സോ ഈ ഒരു പോയിന്റ് അല്ല, അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് അവരെ കുറിച്ചിട്ട് മനസ്സിലായില്ല, എന്താണ് ബ്രിട്ടീഷുകാർ നമ്മൾ എന്താണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലായി. സോ അവർക്ക് ഫ്രീഡം വേണം എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള എന്താണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലെ അവസ്ഥ എന്താണ് അവർക്ക് അറിയാൻ കഴിഞ്ഞു. എങ്ങനെയാണ് എല്ലാവർക്കും കോമൺ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് അറിയുന്നത് കൊണ്ട് എല്ലാവരും അവിടെ ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്തു. സോ എന്താണ് അപ്പോൾ അവിടെ എന്ത് വരികയാണ്, അല്ലെ ഇന്ത്യക്കാരെന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം എന്നുള്ളൊരു ഇത് വരികയാണ്. അതേപോലെ തന്നെ എന്താണ് അവരുടെ ഇടയിൽ നാഷണലിസം എമേർജ് ചെയ്ത് വരികയാണല്ലേ. അപ്പോൾ എന്താണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ though introduced by British became a powerful force in awakening Indian nationalism. അതാണ് പറയുന്നത് അല്ലേ. എന്താണ് ബ്രിട്ടീഷുകാർ എന്താണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്താലും പക്ഷേ അത് അവർക്കെതിരെയുള്ള ഒരു വെപ്പണായിട്ട് ഏത് മാറാണ്, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ മാറാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. അപ്പോൾ അതിൽ പറയുന്നത് രാജാറാം മോഹൻ റായ് പൈനീഡ് ജേർണലിസം, എന്താണ് സമ്പാദ് കൗമുദി മീറത്തുൽ അക്ബർ. അതായത് പത്രത്തിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്രത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പത്രം ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ആരാണ്, രാജാറാം മോഹൻ റായ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 പത്രമാണ് സമ്പാദ് കൗമുദി അതുപോലെ തന്നെ മീറത്തുൽ അക്ബർ എന്ന് പറയുന്നത്. നോക്കിക്കേ ബ്രിട്ടീഷ് സോ ദ പ്രസ് ആസ് എ ത്രെറ്റ് പാസ്ഡ് ദ വെർനാക്കുലർ പ്രസ് ആക്ട്. അതായത് എന്താ പറയുന്നത്, ബ്രിട്ടീഷുകാർ പത്രങ്ങളെ ഭീഷണിയായിട്ട് കണ്ടിട്ട് എന്ത് ചെയ്തു, വെർനാക്കുലർ പ്രസ് ആക്ട് എന്ത് ചെയ്തു, അവർ നടപ്പാക്കി. ആരാണ് വെർനാക്കുലർ പ്രസ് ആക്ട് നടപ്പാക്കിയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ആരാണ്, ലോർഡ് ലിറ്റൻ പ്രഭു ആണ് കേട്ടോ. സോ എന്താ പറയുന്നത്, ഈ പത്രത്തിലൂടെ അല്ലെ, പത്രത്തിലൂടെയും അതുപോലെ ലിറ്ററേച്ചറിലൂടെ എന്താണ് ഇന്ത്യക്കാരനുഭവിക്കുന്ന നെഗ്ലക്റ്റുകളും ഇന്ത്യക്കാരനുഭവിക്കുന്ന സഫറിങ്ങും ഇന്ത്യക്കാരനുഭവിക്കുന്ന എന്താണ് നമ്മുടെ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചിട്ട് എന്താണ് തുറന്നിട്ട് എന്തിൽ എഴുതിയിട്ടുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള പ്രസ്സുകളിൽ ന്യൂസ് പേപ്പേഴ്സിലും അതുപോലെ ലിറ്ററേച്ചറിലും എഴുതിയിട്ടുണ്ട്. സോ ഇന്ത്യക്കാർക്ക് മനസ്സിലാവണമല്ലോ ഇന്ത്യക്കാർ ഇത്രയും പ്രശ്നങ്ങൾ ആരിൽ നിന്ന് നേരിടുന്നുണ്ട്, ബ്രിട്ടീഷുകാരിൽ നിന്ന് നേരിടുന്നുണ്ട്. സോ അവർക്കെതിരെ നമ്മൾ എന്താണ് ഒറ്റക്കെട്ടാവണം അല്ലേ. അങ്ങനെ എന്താണ് എന്താണ് നമ്മുടെ ഈ നാഷണലിസം അല്ലെങ്കിൽ ദേശീയത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ അവിടെ എന്താണ് ഉയർന്നു വരികയാണ്. അപ്പോൾ മനസ്സിലായല്ലോ ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ നാഷണലിസം എമേർജ് ചെയ്യാൻ കാരണമായതെന്ന് നോക്കിക്കേ അല്ലേ. ഇത് നോക്കിക്കേ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ റിഫോം മൂവ്മെന്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഈ സോഷ്യൽ റിഫോം മൂവ്മെന്റിൽ നമുക്ക് 3 എന്താണ് ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ. ആരൊക്കെയാണ്, രാജാ മോഹൻ റായ്, ജ്യോതിറാവു, അതുപോലെ തന്നെ എന്താണ് പണ്ഡിത രമാബായി അല്ലേ. അപ്പോൾ നോക്കിക്കേ രാജാറാം മോഹൻ റായ് എന്ന് പറയുന്നത് എന്താണ്, ബംഗാളിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ടെങ്കിൽ ബ്രഹ്മസമാജിലെ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാൻ, അദ്ദേഹം എന്ത് സ്റ്റാർട്ട് ചെയ്തു മക്കളെ, ബ്രഹ്മസമാജ് അല്ലേ, ബ്രഹ്മസമാജം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് അദ്ദേഹം സതി എന്ത് ചെയ്തിട്ടുണ്ട്, സതി അദ്ദേഹം നിർത്തലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പോളിഗമി എതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അല്ലേ, ഈ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് കുറേ സ്കൂളുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ രാജാറാം മോഹൻ റായെ കുറിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. ബ്രഹ്മസമാജ് ഉണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് ജ്യോതിറാവ് ഫുലെയാണ് അല്ലേ. അപ്പോൾ ജ്യോതിറാവ് ഫുലെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് സാവിത്രിഭായ് ഫുലെ ഉണ്ട്. സോ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സത്യശോധക് സമാജം സ്ഥാപിച്ചിട്ടുണ്ട് അല്ലേ. എന്താ സ്ഥാപിച്ചത്, സത്യശോധക് സമാജം എന്നൊരു പ്രസ്ഥാനം സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് വുമൻസിനും ദലിതനുമായിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം സ്കൂളുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെ. സ്ത്രീകൾക്കും ദലിതർക്കൊക്കെ ആയിട്ട് അദ്ദേഹം സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെ എന്താണ് കർണാടകയിലുള്ള മഹാരാഷ്ട്രയിലുള്ള ആൾക്കാർ അദ്ദേഹത്തെ മഹാത്മാ എന്നാണ് വിളിച്ചിരുന്നത് അല്ലേ. ആ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ നോക്കിക്കേ പണ്ഡിത രമാബായിയെ കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഫോർട്ട് ചൈൽഡ് മാരേജ് എന്താണ് മക്കളെ, നമ്മുടെ ശൈശവ വിവാഹത്തിനെതിരെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പണ്ഡിത രമാബായിട്ട് പോരാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുള്ള 2 അല്ലെങ്കിൽ 3 സംഭവങ്ങൾ ഉണ്ടല്ലോ. ഒന്നെന്ന് പറയുന്നത് എന്താ മക്കളെ, നമ്മുടെ ആര്യ മഹിളാ സമാജ് അല്ലെ, ആര്യ മഹിളാ സമാജ്. അതുപോലെ തന്നെ എന്താ മക്കളെ, ശാരദാ സദൻ. എന്തിനു വേണ്ടിയിട്ടാണ്, വീടും ആയിട്ടുള്ള ആൾക്കാരെ റീഹാബിലേഷൻ ചെയ്യാനായിട്ട് ശാരദാ സദൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഒരു പോയിന്റും കൂടി ഉണ്ട്, എന്താണ് നമ്മുടെ മുക്തി മിഷൻ അല്ലേ, മുക്തി മിഷൻ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്, വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കാനായിട്ട് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, മുക്തി മിഷനും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ പണ്ഡിത രമാബായിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ തന്നെ കാര്യമാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ എന്ത് കൊണ്ടുവന്നത്, നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ
നാഷണലിസം എമർജ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത്. നോക്കിക്കോ, ദ ബ്രിട്ടീഷ് ബിൽഡ് റെയിൽവേ, ദ പോസ്റ്റൽ സിസ്റ്റം, ടെലിഗ്രാഫ് ആൻഡ് റോഡ്. നമുക്കറിയാം ബ്രിട്ടീഷുകാരൊക്കെ എന്തൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്? റെയിൽവേയും തപാൽ സംവിധാനങ്ങളും അതുപോലെ തന്നെ ടെലിഗ്രാഫുകളും റോഡുകളൊക്കെ വികസിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് അവരുടെ ബിസിനസ്സും അവരുടെ ട്രേഡൊക്കെ നടത്താനായിട്ടാണ് അല്ലേ. ദെൻ എന്തെന്ന് സംഭവിച്ചു നോക്കിക്കോ, ദിസ് ലെറ്റ് പീപ്പിൾ ട്രാവൽ, കമ്മ്യൂണിക്കേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ അക്രോസ് ഇന്ത്യ അല്ലേ. പക്ഷേ ഇത് കൊണ്ടുവന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും സഹായിച്ചു. നമ്മുടെ ഇന്ത്യക്കാർക്ക് എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകാനും അവിടെയുള്ള ആൾക്കാരൊക്കെ സംസാരിക്കാനൊക്കെ ഒരു അവസരം കിട്ടുകയാണ് അല്ലേ. നോക്കിക്കേ, അപ്പോൾ അവിടെ എന്താണ് നമ്മുടെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് മനസ്സിലാവുകയാണ്, അതിനെതിരെ പോരാടുന്ന നമുക്ക് ഇന്ത്യക്കാർക്ക് മനസ്സിലാവുകയാണ്. സോ അവിടെ എന്താണ് ഒരു സെൻസ് ഓഫ് യൂണിറ്റി വരികയാണ് അല്ലേ. നമ്മൾ പറയുന്ന എന്താ പറയുന്നത്? ദിസ് ലെറ്റ് പീപ്പിൾ ട്രാവൽ, കമ്മ്യൂണിക്കേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ അക്രോസ് ഇന്ത്യ എന്നുള്ളൊരു പോയിന്റ് അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിൽ എല്ലാവരുടെയും ഇടയിൽ എല്ലാവർക്കും മനസ്സിലാവാണ് ഇന്ത്യയിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. സോ ഇന്ത്യയിൽ നമ്മുടെ ഒരു സെൻസ് ഓഫ് യൂണിറ്റി എമർജ് ചെയ്ത് വരുന്നു. അങ്ങനെ നമ്മുടെ നാഷണലിസം ഉയർന്നു വരികയാണ് അല്ലേ. അതുപോലെ തന്നെ എ യൂണിഫൈഡ് അഡ്മിനിസ്ട്രേഷൻ, ലോ ആൻഡ് കറൻസി സിസ്റ്റം ക്രിയേറ്റഡ് എ സെൻസ് ഓഫ് യൂണിറ്റി. ഇനി ഇതുകൂടാതെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏകീകൃത ഭരണം, അതുപോലെ തന്നെ ഏകീകൃതമായിട്ടുള്ള നിയമം, അതുപോലെ തന്നെ കറൻസി എന്നിവ നമ്മുടെ ഇന്ത്യയിൽ ഐക്യബോധം സൃഷ്ടിക്കുകയാണ് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, മോഡേൺ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കണക്റ്റഡ് ഇന്ത്യ ആൻഡ് സ്ട്രെങ്തൻഡ് ദ നാഷണലിസം. അതായത് എന്താ പറയുന്നത്? നമ്മുടെ ഇന്ത്യക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? സ്ട്രെങ്തൻ ചെയ്തു അല്ലേ. അതുപോലെ തന്നെ കണക്ട് ചെയ്തു അല്ലെ. ഇന്ത്യയിൽ അവിടെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? ഒരുമിച്ച് കണക്ട് ചെയ്തു, അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായി. സോ അവിടെ ഒരു നാഷണലിസം എമർജ് ചെയ്ത് വരികയാണ് അല്ലേ. നെക്സ്റ്റ് പറയുന്നത് മക്കളെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്നൊരു ടോപ്പിക് ആണ് കേട്ടോ. അതായത് നോക്കിക്കോ, റീജിയണൽ ഓർഗനൈസേഷൻ ഫോർമഡ് ഇൻ ദ ലൈറ്റ് 19th century ടു യുണൈറ്റ് പീപ്പിൾ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അതായത് മക്കളെ എല്ലാവർക്കും മനസ്സിലാവണം അല്ലേ, ബ്രിട്ടീഷുകാർ നമ്മളെ നമ്മൾ വല്ലാതെ അധികം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവർക്കെതിരെ ഇവർക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ട് നമുക്കൊരു ഓർഗനൈസേഷൻ വേണമെന്നുള്ളൊരു അഭിപ്രായം ഇന്ത്യയിൽ അങ്ങിങ്ങായിട്ട് ഇങ്ങനെ വരികയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മക്കളെ കുറേ പ്രാദേശികമായിട്ടുള്ള സംഘടനകൾ ഇങ്ങനെ രൂപീകരിക്കുകയാണ്, റീജിയണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ രൂപീകരിക്കുകയാണ്. അതിന് എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ള മദ്രാസ് മഹാജന സഭ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻസ് കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ബട്ട് ദേ വെർ കൺഫൈൻഡ് ടു പ്രൊവിൻസസ് ലെഡ് ബൈ ദ റിച്ച് മിഡിൽ ക്ലാസ് മാസസ് ട്രേഡ് അൺഅവെയർ. അതായത് എന്താ പറയുന്നത്? ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇവ പ്രവിശ്യകളിൽ മാത്രം ഒതുങ്ങി ജനങ്ങളിലേക്ക്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ റിച്ച് ആൻഡ് മിഡിൽ ക്ലാസ്സസ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിരുന്നത് അല്ലെ. റിച്ച് ആൻഡ് മിഡിൽ ക്ലാസ് മാത്രവും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള കോമൺ പീപ്പിളിലേക്ക് ഇത് എത്തിയില്ല. ഈ പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻസ് എത്തിയില്ല. പിന്നെന്താ പറയുന്നത്? ദിസ് സ്ട്രെങ്തൻഡ് ദ നീഡ് ഫോർ ആൾ ഇന്ത്യ ഓർഗനൈസേഷൻ. അപ്പോൾ ഇതെന്താണ്? ഇങ്ങനെ ഒരു സംഭവം വന്നതോടുകൂടി നമുക്ക് മനസ്സിലാവണം, നമുക്ക് ഇത്തരത്തിൽ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ മാത്രം നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിട്ട് കാര്യമല്ല. ഇന്ത്യയെ മൊത്തം പ്രതിനിധീകരിക്കുന്ന, ഇന്ത്യ മൊത്തം ഇൻക്ലൂഡ് ആവുന്ന ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ഓർഗനൈസേഷൻ നമുക്ക് വേണമെന്നുള്ളൊരു ആശയം എല്ലാവരിലേക്കും വരികയാണ്. സോ അങ്ങനെ നമ്മൾ എന്ത് ഫോം ചെയ്യണം മക്കളെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ 28 അല്ലേ. ഏതാണ്? ഡിസംബർ 28 എന്ത് വരികയാണ്? ഡിസംബർ 28 ഫൈനലി നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു ആൾ ഇന്ത്യ ഓർഗനൈസേഷൻ വരികയാണ്. അതാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിർമ്മിച്ചത്? ഫോർമഡ് ടു ബിൽഡ് കോമൺ ഒപ്പീനിയൻ അമോങ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് നാഷണൽ വൈ. ഇതെന്താണ്? രാജ്യോപകമായി പ്രവർത്തകർക്കിടയിൽ ഒരു പൊതു അഭിപ്രായം രൂപപ്പെടുത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ? നാഷണൽ യൂണിറ്റി ബിയോണ്ട് കാസ്റ്റ്, റിലീജിയൻ, പ്രസന്റ് കോമൺ ഡിമാൻഡ് ടു ദ ബ്രിട്ടീഷ്. എന്തൊക്കെയാണ് പറയുന്നത്? ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ജാതിഭേദമില്ലാതെ ഒരു ദേശീയ ഐക്യം നിർമ്മിക്കാനും അതുപോലെ തന്നെ പ്രസന്റ് കോമൺ ഡിമാൻഡ് ടു ദ ബ്രിട്ടീഷ്. നമ്മുടെ ബ്രിട്ടീഷുകാരോട് ഇന്ത്യയിൽ മൊത്തമുള്ള ആൾക്കാർക്ക് ഒരു കോമൺ ഡിമാൻഡ് പ്രസന്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്തത്? പൊതു അഭിപ്രായം ബ്രിട്ടീഷിന് സമർപ്പിക്കാനായിട്ടാണ് നമ്മൾ എന്തുകൊണ്ട് വന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഡിക്ലെയർഡ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്? ഇതിൻ്റെ കീ ലീഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ദാദാഭായ് നവറോജി, അതുപോലെ നമ്മുടെ ബാനർജി, അതുപോലെ തന്നെ RC ദത്ത് അല്ലെ, അതുപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ,
ഇവരൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രൊവൈഡഡ് എ പ്ലാറ്റ്ഫോം ഫോർ ലീഡേഴ്സ് ആൻഡ് തിങ്കേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് റീജിയൻ ടു വർക്ക് ടുഗദർ അല്ലേ. അതായത് എന്താണ്, നമ്മുടെ ഇന്ത്യയിലുള്ള അങ്ങിങ്ങായിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് എന്താണ് പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടാം. അതാണ് നമ്മുടെ 1885 ഏതെന്ന് പറയുന്നത്, 1885 നമ്മൾ രൂപീകരിച്ചിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ. ഓക്കെ, ആ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. എപ്പോഴാണ് രൂപം കൊണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിക്ലെയർ എയിമുകൾ, ലക്ഷ്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റീവ്സ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1905 എന്നൊരു ടോപ്പിക്കാണ്. അപ്പം നോക്കിക്കേ, എന്താണ് പണ്ട് നമ്മുടെ ബംഗാൾ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു അല്ലേ. 1905 മുമ്പ് നമ്മുടെ ബംഗാൾ ഇങ്ങനെയായിരുന്നു. ദെൻ എന്താണ് 1905 ശേഷം നമ്മുടെ ബംഗാൾ എന്താണ് മക്കളെ, വെസ്റ്റ് ബംഗാൾ, ഈസ്റ്റ് ബംഗാൾ എങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് നോക്കിക്കോ, ലോർഡ് കഴ്സൺ ഡിവൈഡഡ് ബംഗാൾ അല്ലെ. എന്താണ് നമ്മുടെ ലോർഡ് കഴ്സൺ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബംഗാളിനെ രണ്ടായിട്ട് എന്ത് ചെയ്ത് സ്പ്ലിറ്റ് ആക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ, ദ സ്ട്രോങ് ഹോൾഡ് ഓഫ് നാഷണലിസം അല്ലേ. അതായത് നമ്മുടെ ഈ ഒരു ബംഗാൾ എന്ന് പറയുന്നത് എന്താ മക്കളെ, നമ്മുടെ നാഷണൽ മൂവ്മെന്റിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ അവിടെ എന്താണ് അതിൻ്റെ സ്ട്രോങ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇതിലിങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത് കേട്ടോ. ദെൻ നോക്കിക്കേ, എപ്പോഴാണ് എന്താണ് സ്പ്ലിറ്റ് ചെയ്തത് നോക്കിക്കോ അല്ലെ. എന്താണ് 16 ഒക്ടോബർ 1905 എന്ത് ചെയ്യുന്നത് മക്കളെ, ഇത്തരത്തിൽ നമ്മുടെ ബംഗാൾ വിഭജിക്കുന്നത്. ദെൻ നോക്കിക്കേ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ടായത് നോക്കിക്കോ. മോർണിംഗ് അക്രോസ് ബംഗാൾ, ഹർത്താൽ ഇൻ കൽക്കത്ത അല്ലെ. എന്താണ് നമ്മുടെ ബംഗാളിൽ മൊത്തം എന്താണ് ഓരോ പ്രക്ഷോഭങ്ങൾ വരികയാണ്. കൽക്കട്ടയിൽ ഹർത്താൽ സംഭവിക്കുകയാണ്. അമർ സോണാർ ബംഗ്ലാ സംഗ് ഇൻ പ്രൊട്ടസ്റ്റ്, അതുപോലെ പ്രൊട്ടസ്റ്റ് എന്താണ് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ രചിച്ചിട്ടുള്ള എന്താണ് അമർ സോണാർ ബംഗളൊക്കെ ആൾക്കാർ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയാണ് അല്ലെ. ഇതൊന്ന് നോക്കിക്കേ, ദ പ്രൊട്ടസ്റ്റ് ഗ്രോ ഇൻ ടു ദ സ്വദേശി മൂവ്മെന്റ്. ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്തിന് കാരണമാണ് അല്ലെ, എന്തിനാണ് നമ്മുടെ സ്വദേശി പ്രസ്ഥാനം, എന്താണ് സ്വദേശി പ്രസ്ഥാനം വളർന്നു വരാൻ കാരണമാണ്. അതുപോലെ തന്നെ എനർജൈസിങ് ദ നാഷണൽ മൂവ്മെന്റ് അല്ലെ, നമ്മുടെ സ്വദേശി മൂവ്മെന്റ് എന്തിന് കാരണമാണ്, നമ്മുടെ എനർജൈസിങ് നാഷണൽ മൂവ്മെന്റ് എന്താണ് ഒന്നുകൂടെ ശക്തിയാവാൻ കാരണമാവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നോക്കിക്കോ, വെസ്റ്റേൺ ബംഗാൾ എന്ന് പറയുന്നത് ഹിന്ദു മെജോറിറ്റിയും ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് മുസ്ലിം മെജോറിറ്റിയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ള ഒരു തന്ത്രം എന്ന് പറയുന്നത് എന്താണ്, ഡിവൈഡ് ആൻഡ് റൂൾ, എന്താണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക അല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാവും. അപ്പോൾ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള നാഷണലിസം എന്നുള്ള സംഭവം എന്താണ് അവിടെ സ്ട്രോങ് അല്ലാതായി പോവുക അല്ലേ. ഓക്കെ, അത്രയാണ്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലോർഡ് കഴ്സൺ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഈ പറഞ്ഞിട്ടുള്ള ബംഗാൾ വിഭജിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നോക്കിക്കഴിഞ്ഞാൽ സ്വദേശി മൂവ്മെന്റ് അല്ലേ. അപ്പോൾ നമുക്കറിയാം സ്വദേശി മൂവ്മെന്റ് ഉണ്ടാകുന്നത് എന്തിൻ്റെ ഫലമായിട്ടാണ്, നമ്മുടെ പാർട്ടീഷൻ ഓഫ് ബംഗാൾ അല്ലെ. നമ്മുടെ ബംഗാൾ ഡിവൈഡ് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് എന്തുണ്ടാകുന്നത്, സ്വദേശി മൂവ്മെന്റ് ഉണ്ടാകുന്നത് അല്ലേ. നോക്കിക്കേ, എന്താണ് കോർ ഐഡിയ എന്ന് പറയുന്നത്, യൂസ് ഇന്ത്യൻ ഗുഡ്സ് ബൈ എന്താണ് ബോയ്ക്കോട്ട് എന്താണ് ബ്രിട്ടീഷ് ഗുഡ്സ്. അതായത് എന്താ പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ വസ്തുക്കൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ബോയ്ക്കോട്ട് ബ്രിട്ടീഷ് ഗുഡ്സ്, എന്താണ് ബ്രിട്ടീഷ് സാധനങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ബഹിഷ്കരിക്കുക. അതുപോലെ അതിൻ്റെ മറ്റൊരു ഐഡിയ എന്ന് പറയുന്നത് സെൽഫ് റിലയൻസ് ആണ് അല്ലേ, സ്വയം പര്യാപ്തതയാണ്. പിന്നെ നോക്കിക്കേ, അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അത് ഏതൊക്കെയാണ്, ബംഗാൾ കെമിക്കൽ അല്ലെ, നമ്മുടെ PC റോയ് തുടങ്ങിയിട്ടുള്ള ബംഗാൾ കെമിക്കൽസ്, അതുപോലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻസ്, അതുപോലെ തന്നെ എന്താണ് ടാറ്റ സ്റ്റീൽ എന്നൊക്കെ പറയുന്ന കുറച്ച് എന്താണ് നമ്മുടെ കുറച്ച് സംരംഭങ്ങൾ അവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ. ഓക്കെ, പിന്നെ പറയുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ട് എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് മക്കൾ, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ഫോർ ദ ഫസ്റ്റ് ടൈം കോമൺ പീപ്പിൾ, വുമൻ ആൻഡ് സ്റ്റുഡൻറ് ജോയിൻഡ് എ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ജനങ്ങൾ, അതുപോലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ, സ്റ്റുഡൻസ്, ഇവരൊക്കെ ആദ്യമായിട്ട് എന്താ മക്കളെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പങ്കാളികളായി മാറുന്നത് ത്രൂ ദിസ് ഓർഗനൈസേഷൻ. ഏത് ഓർഗനൈസേഷൻ, നമ്മുടെ സ്വദേശി മൂവ്മെന്റിലൂടെയാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കോ, ദ സ്വദേശി മൂവ്മെന്റ് അവേക്കൻഡ് നാഷണൽ കോൺഷ്യസ്നെസ് ആൻഡ് ലൈഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ഫ്രീഡം അല്ലേ. അതായത് ഇതിലൂടെ എന്താണ് നമ്മുടെ നമ്മുടെ ദേശീയ മനോഭാവം ഒന്നും കൂടെ എന്താണ് സ്ട്രെങ്തൻ ആവുകയാണ് അല്ലേ. സോ ഈ ഒരു സ്വദേശി മൂവ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെ, എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, എന്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, അതുപോലെ തന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക കേട്ടോ. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിറ്റ് എന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ 2 വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ മോഡറേറ്റും 2 നമ്മുടെ എക്സ്ട്രീമിസ്റ്റും. അപ്പോൾ മോഡറേറ്റ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് അതിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത്? മെഹ്ത്ത, അതുപോലെ തന്നെ ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ, ഇവരൊക്കെയാണ് ഇതിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? പീസ്ഫുൾ മെത്തേഡുകളാണ് അല്ലേ. അതായത് അവരുടെ ആ സ്ട്രഗിൾ മെത്തേഡ് അല്ലേ, ഒരു എങ്ങനെയാണ് അവർ ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിരുന്നതെന്ന് വെച്ചാൽ ഏതൊക്കെയാണ് മെത്തേഡ്? പീസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. അതായത് മീറ്റിംഗ്, സ്പീച്ചസ്, റെസൊല്യൂഷൻസ് എല്ലാം എന്താണ് നമ്മുടെ സമാധാനപരമായിട്ടുള്ള യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ, ഇതൊക്കെയാണ് അവരുടെ എന്താണ് മോഡ് ഓഫ് സ്ട്രഗിൾസ് എന്ന് പറയുന്നത് അല്ലേ. ഒരു പീസ്ഫുൾ മെത്തേഡാണ് അല്ലേ. എന്നാൽ നമ്മൾ എക്സ്ട്രീമിസ്റ്റിലേക്ക് വരുമ്പോൾ ആരാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ പറയുമല്ലേ, ലാൽ ബാൽ പാൽ എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ നോക്കിക്കേ, എന്താണ് അതിൻ്റെ പ്രത്യേകത? അല്ലെ, ഇവരാണ് എക്സ്ട്രീമിസ്റ്റിൻ്റെ ലീഡേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവരെന്ന് പറയുന്നത് എന്താണ്? കുറച്ചുകൂടെ സ്വദേശി ബോയ്ക്കോട്ട് ആൻഡ് ഓപ്പൺ സ്ട്രഗിൾ. ഇവരെന്താണ്? കുറച്ചുകൂടെ ഓപ്പൺ സ്ട്രഗിൾ ആണ്. അപ്പോൾ നമുക്കറിയാം റെവല്യൂഷണറി സ്ട്രഗിൾ ആണ്, വിപ്ലവകരമായിട്ടുള്ള സ്ട്രഗിൾസ് ആണ് അവർ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ സ്വദേശി മൂവ്മെൻറ്റ്, ബോയ്ക്കോട്ട്, ഇതൊക്കെയാണ് അവരുടെ എന്താണ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അവർ പറയുന്നത് എന്താണ്? സ്പ്ലിറ്റ് അറ്റ് സൂറത്ത് കോൺഗ്രസ്. നമുക്കറിയാം അങ്ങനെ ഫൈനലി അവർ തമ്മിൽ എന്താണ് പ്രശ്നം ഉണ്ടാവുകയാണ്. അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് എന്താണ് സംഭവിക്കുന്നത്? 1907 നമ്മൾ സൂറത്തിൽ വെച്ച് നടന്നിട്ടുള്ള എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോൺഫറൻസിൽ വെച്ചിട്ട് എന്താണ് നമ്മുടെ ഈ 2 ടീമും തമ്മിൽ എന്താണ് മക്കളെ, 2 ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിട്ട് മാറുകയാണ്? സ്പ്ലിറ്റ് ആയിട്ട് മാറുകയാണല്ലേ. അപ്പോൾ എന്താണ്? അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇടപെടുകയാണ്? നമ്മുടെ ബ്രിട്ടീഷുകാർ ഇടപെട്ടിട്ട് എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ബ്രിട്ടീഷ് വിഭജിച്ച് ഭരിക്കുമെന്ന നയം ഉപയോഗിച്ച് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു അല്ലേ. എന്താണ് ചെയ്യുന്നത്? ഈ നയം ഉപയോഗിച്ചിട്ട് എന്താണ്? അതായത് മിൻറ്റോ മോർലി പരിഷ്കാരം ആര് കൊണ്ടുവരാണ്? ഇതിൻ്റെ ഇടയിൽ ആര് കൊണ്ടുവരുന്നത്? മിൻറ്റോ മോർലി പരിഷ്കാരം നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവരികയാണ്. എന്നിട്ട് അതിനനുസരിച്ചിട്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ എന്താണ് തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ ആരാ? നമ്മുടെ എക്സ്ട്രീമിസ്റ്റുകൾ എന്ത് ചെയ്യുകയാണ്? എക്സ്ട്രീമിസ്റ്റുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ നാട് കടത്തുകയും ചെയ്തു അല്ലേ. അത്രയും പോയിന്റ് എന്താണ് എക്സ്ട്രീമിസ്റ്റിലും മോഡറേറ്റിലും മനസ്സിലാക്കി വെക്കുക. എന്താണ് എക്സ്ട്രീമിസ്റ്റ്, എന്താണ് മോഡറേറ്റ്, അത് നമ്മളൊരു കമ്പാരിസൺ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കിക്കേ, റിഫോംസ് ആൻഡ് ഹോം റൂൾ ലീഗ് അല്ലേ. അപ്പോൾ നോക്കിക്കോ, പരിഷ്കാരങ്ങളും ഹോം റൂൾ ലീഗും. അതായത് പറയുന്നത് പരിഷ്കാരം ഉദ്ദേശിക്കുന്നത് ഏതാ മക്കളെ? നമ്മുടെ മിൻറ്റോ മോർലി റിഫോംസ് ആണ് കേട്ടോ. അപ്പോൾ മിൻറ്റോ മോർലി റിഫോംസ് 1909 എന്താ ചെയ്യുന്നത്? സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഫോർ മുസ്ലിംസ്, എക്സ്പാൻഡഡ് ലെജിസ്ലേറ്റീവ് പവർ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങളും അതുപോലെ തന്നെ എന്താ പറയുന്നത്? എക്സ്പാൻഡഡ് ലെജിസ്ലേച്ചർ പവേഴ്സ്, നിയമസഭാധികാര വിപുലീകരണത്തിന് വേണ്ടിയിട്ടാണ് മിൻറ്റോ മോർലി റിഫോംസ് കൊണ്ടുവന്നത്. അതിലുപരി എന്താണ്? ഡിവൈഡ് ആൻഡ് റൂൾ ആയിട്ട് അതും ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മിൻറ്റോ മോർലി കൊണ്ടുവരുന്നത്. നോക്കിക്കേ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ ഹോം റൂൾ ലീഗിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഹോം റൂൾ ലീഗ് എന്ന് പറയുന്നത് ലെഡ് ബൈ ആനി ബസന്റ് തിലക് അല്ലേ. നമ്മുടെ ആനി ബസന്റും അതുപോലെ തന്നെ ബാലഗംഗാധർ തിലകും കൂടെയാണ് എന്ത് കൊണ്ടുവരുന്നത്? നമ്മുടെ ഒരു ഹോം റൂൾ ലീഗ് കൊണ്ടുവരുന്നത് അല്ലേ. ദെൻ ഏത് വർഷമാണ് നമുക്കറിയാം അല്ലേ? 1940 എന്ത് ചെയ്തത്? ഇത് കൊണ്ടുവരുന്നത്. നോക്കിക്കേ, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? അല്ലെ, സെൽഫ് ഗവൺമെൻറ്, എന്താണ് സ്വയം ഭരണം, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഹോം റൂൾ എന്നൊക്കെ പറയും അല്ലെ. സ്വയം ഭരണമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? ഇത് തകർക്കാനായിട്ട് ആനി ബസന്റിനെ എന്ത് ചെയ്യാണ്? ജയിലടക്കുകയും ലേറ്റർ റിലീസ്ഡ് ഫ്രം ജയിൽ, ജയിലിൽ നിന്ന് ആളെന്താണ് റിലീസ് ആവുകയും ബിക്കെയിം ദ ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ. നമ്മുടെ അങ്ങനെ 1917 ആദ്യമായിട്ട് എന്താണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു വനിതാ പ്രസിഡന്റ് വരികയാണ്. അതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ആനി ബസന്റ് എന്ന് പറയുന്നത് കേട്ടോ. ആ പോയിന്റും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോക്കിക്കേ, യൂണിറ്റി ഇൻ ലക്നോ. നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് ആൾക്കാർ 1907 സൂറത്തിൽ വെച്ചിട്ടുണ്ടാകുന്ന കുറച്ച് ആൾക്കാർ തെറ്റിപ്പിന് പോയിട്ടുണ്ട്. ആരൊക്കെ പോയത്? നമ്മുടെ എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റും പോവാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്? ദ കോൺഗ്രസ് ആനുവൽ കോൺഫറൻസ് വാസ് ഹെൽഡ് ഇൻ ലക്നോ, എ ലാൻഡ്മാർക്ക് സെഷൻ. എന്താണ്? കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ലക്നോയിൽ വെച്ച് നടന്നു. ഇതൊരു സുപ്രധാന സമ്മേളനമാണ്. ഏത് വർഷം? 1960 അല്ലേ. അപ്പോൾ എന്താ ഈ 1960 ലക്നോയിൽ വെച്ച് നടന്നിട്ടുള്ള ഈ ഒരു കോൺഫറൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? മിതവാദികളും തീവ്രവാദികളും കോൺഗ്രസിൽ വീണ്ടും ഒന്നിച്ചു അല്ലേ. മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് യുണൈറ്റഡ് വിത്ത് ദ കോൺഗ്രസ്. പിന്നെ എന്താ പറയുന്നത്? ദ INC ആൻഡ് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് അഗ്രീ ടു വർക്ക് ടുഗദർ. എന്താ പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ നമ്മുടെ അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ ഒരു ലക്നോയിൽ നടന്നിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മീറ്റിങ്ങിലൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ.
ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ മക്കൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും മിസ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മിസ്സിന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നോക്കിയാൽ നമ്മുടെ ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ച് നമ്മൾ എന്താണ് ജൂലൈ 31 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഓണം എക്സാം വരാൻ പോവാണ്. അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവരൊന്നും ടെൻഷൻ അടിക്കേണ്ട. എന്താണ്, നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ, നല്ല രീതിയിൽ പഠിപ്പിക്കാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവരൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണ് 3,799 ആണ് ഇതിൻ്റെ എന്താണ് പർച്ചേസിങ് റേറ്റ് വരുന്നത്. സോ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവർ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ നമ്മുടെ ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ചിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തോട്ടോ. നിങ്ങൾ ആ ഒരു നമ്മുടെ ആ ലിങ്ക് നിങ്ങളൊന്ന് കയറിയിട്ട് ആ ഒരു ഗൂഗിൾ ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചാൽ മതിയേ. ഓക്കെ, അപ്പം മിസ് അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഫ്രീ ആണ്. ഇനി ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർക്ക് എന്താണ്, നമ്മുടെ എജുപോർട്ടിൻ്റെ ആപ്പിൽ കയറിയിട്ട് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം കേട്ടോ. സോ അതുപോലെ തന്നെ നോട്ട്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇതേപോലെയുള്ള നോട്ട്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ A+ ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും കേട്ടോ. സോ എക്സാം വരാൻ പോവാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് മിസ് ഈ ഒരു ഭാഗം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ.